ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ ഡിഗ്രി ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കാരണം ചെറിയൊരു ടോപ്പിക്കാണ്, കൃത്യമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ്. അതായത് ചെറിയ ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ നിന്ന് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് വാസ് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ? അപ്പോൾ ENIAC ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറായിട്ട് വരുന്നത്. അടുത്തൊരു പോയിൻ്റ്: ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. അപ്പോൾ ENIACൻ്റെ ഫുൾ ഫോം ഇതാണ്: ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ: IC ചിപ്സ് ആർ യൂസ്ഡ് ഇൻ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ? അപ്പോൾ IC ചിപ്സ് 3rd ജനറേഷനിലാണ് ഉപയോഗിച്ചിരുന്നത്. അടുത്തൊരു പോയിൻ്റ്: 3rd ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടമാണ് ചോദിച്ചത്. ഇപ്പോൾ 3rd ജനറേഷൻ്റെ കാലഘട്ടം 66 to 75 ആണ്. 3rd ജനറേഷനിലെ കമ്പ്യൂട്ടറിൻ്റെ പേരുകളാണ് ഇതൊക്കെ: IBM 360, PDP-8, Honeywell 6000 സീരീസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ: microprocessors are used in which generation of computer? അപ്പോൾ 4th ജനറേഷനിലാണ് മൈക്രോപ്രൊസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് 4th ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനറേഷനാണ്. ഒരു പോയിൻ്റ്: 4th ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ. ഇപ്പോൾ VLSI, അതായത് വെരി ലാർജ് എന്ന് പറയുന്ന വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. 4th ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് VLSI മൈക്രോ പ്രൊസസ്സർ. അപ്പോൾ 4th ജനറേഷനിലെ കമ്പ്യൂട്ടറിൻ്റെ പേരുകളാണ്: DEC-10, Star 1000, Cray 1, Cray XMP. അടുത്തത് ഹാർഡ്വെയറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസസ്. അടുത്ത ക്വസ്റ്റ്യൻ: ചൂസ് ദ ഓഡ് വൺ ഔട്ട്. പ്രിൻ്റർ, മോണിറ്റർ, കീബോർഡ്, പ്രൊജക്ടർ. അപ്പോൾ ഇതിൽ ഓഡ് വണ്ണിനെ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കീബോർഡും പ്രിൻ്റർ, മോണിറ്റർ, പ്രൊജക്ടർ ഇവയൊക്കെ ഔട്ട്പുട്ട് ഡിവൈസാണ്. കീബോർഡ് മാത്രമാണ് ഇൻപുട്ട് ഡിവൈസ്. അടുത്ത പോയിൻ്റ് നോക്കാം: കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം കീബോർഡാണ്. കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ലതാം ഷോൾസ്. അടുത്ത പോയിൻ്റ്: വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം മോണിറ്ററാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ എന്നറിയപ്പെടുന്നത് മോണോക്രോം മോണിറ്ററാണ്. A device that is used to project rays of light, especially an apparatus with a system of lenses for projecting slide or film onto a screen. പ്രൊജക്ടറാണ് ആൻസർ. പ്രൊജക്ടറിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ: ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ്.
അപ്പോൾ ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്നത് കീബോർഡാണ്. അപ്പോൾ ആൽഫ ന്യൂമറിക് കീകൾ എന്ന് പറയുന്നത് ലെറ്റേഴ്സും നമ്പേഴ്സും അടങ്ങിയതാണ്. ആൽഫ ന്യൂമറിക് കീബോർഡിലെ ഫങ്ഷൻ കീകളുടെ എണ്ണം 12 എണ്ണമാണ്. ഫങ്ഷൻ കീ ആയിട്ടുള്ളത് 12 എണ്ണമാണ്. ഒരു വിൻഡോസ് കീബോർഡിലെ കീകളുടെ ടോട്ടൽ എണ്ണം 104 കീകളാണ് ഒരു വിൻഡോസ് കീബോർഡിലുള്ളത്. സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേനയുടെ ആകൃതിയിലുള്ള ഇൻപുട്ട് ഉപകരണം. അപ്പോൾ ലൈറ്റ് പെന്നാണ് ആ ഇൻപുട്ട് ഉപകരണം. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്? അപ്പോൾ മോണിറ്ററും പ്ലോട്ടറും സ്പീക്കറൊക്കെ ഔട്ട്പുട്ട് ഡിവൈസാണ്. ജോയ്സ്റ്റിക്ക് മാത്രമാണ് ഇതിൽ ഇൻപുട്ട് ഡിവൈസായിട്ട് ഉള്ളത്. അടുത്ത പോയിൻ്റ്, കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണം ആണ് ജോയ്സ്റ്റിക്ക്. പോയിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജോയ്സ്റ്റിക്ക്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്? ഇപ്പോൾ സ്കാനർ, ബാർകോഡ് റീഡർ, ടച്ച് സ്ക്രീൻ, ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസാണ്. ഇതിൽ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് കൺസോളാണ്. അപ്പോൾ കൺസോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. The console is the text output device for system administration messages. അപ്പോൾ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ മെസ്സേജിന് വേണ്ടിയുള്ള ടെക്സ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസാണ് കൺസോൾ. പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങളോട് കൊടുത്തിട്ടുണ്ട്. കീബോർഡ്, ലൈറ്റ് പെന്ന്, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ, മൈക്രോഫോൺ, ബാർകോഡ് റീഡർ, ട്രാക്ക് ബോൾ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ OMR, ഒപ്റ്റിക്കൽ ക്യാരറ്റ് റീഡർ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ OCR, മൗസ്, ജോയ്സ്റ്റിക്ക്, ടച്ച് പാഡ്. അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, മൗസ് എന്ന ഉപകരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമ്പ്യൂട്ടറുമായിട്ടാണ് മൗസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റിംഗ് ഉപകരണമാണ് മൗസ്. മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കൺ സെലക്ട് ചെയ്യുന്നതിനും അവയെ ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഉപകരണമാണ് മൗസ്. മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് എംഗൽബർട്ടാണ്. മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി സിറോക്സ് പാർക്കാണ്. കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കാനുള്ള യൂണിറ്റാണ് മെക്കി. മോണിറ്ററിലെ ഐക്കണുകൾ സെലക്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്ന മൗസ് ബട്ടൺ ലെഫ്റ്റ് ബട്ടണാണ്, ഇടത് ബട്ടണാണ്. പിന്നെ ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനായി ക്ലിക്ക് ചെയ്യേണ്ടത് റൈറ്റ് ക്ലിക്കാണ്. ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ പോയിൻറ്റിങ്ങിനായി ഉപയോഗിക്കുന്നത് ടച്ച് പാഡാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആൻ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ഇൻ്റർപ്രറ്റ്സ് പെൻസിൽ ഓർ പെൻ മാർക്സ് ഓൺ എ പേപ്പർ മീഡിയ ഈസ്. പേപ്പർ മീഡിയയിലുള്ള പെൻസിൽ അല്ലെങ്കിൽ പെൻ മാർക്ക് റീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഡിവൈസാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ OMR. മത്സര പരീക്ഷകളിൽ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം OMR ആണ്. വ്യത്യസ്ത രീതിയിലുള്ള കറുപ്പും വെളുപ്പും വരകളായി ഡാറ്റ കോഡിംഗ് ചെയ്യുന്ന രീതിയാണ് ബാർകോഡിംഗ്. പ്രിൻ്റ് ചെയ്ത ബ്ലാക്ക് ഓർ വൈറ്റ് വരകളെ ബാർകോഡ്സ് ഡീകോഡിംഗ് സമയത്ത് നമ്പറാക്കി മാറ്റുന്ന ഉപകരണം ബാർകോഡ് റീഡർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് OCR? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷനാണ് OCR എന്ന് പറയുന്നത്. അപ്പോൾ OCRൻ്റെ ഒരു ചെറിയ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ കൺവേർട്സ് എ സ്കാൻഡ് ഇമേജ് അല്ലെങ്കിൽ ബിറ്റ് മാപ്പ് എന്ന് പറയും. കൺവേർട്ട് എ സ്കാൻഡ് ഇമേജ് ബിറ്റ് മാപ്പ് ടു യൂസബിൾ വേർഡ് പ്രോസസ്സിംഗ് ഫോർമാറ്റ് ഫോർ എഡിറ്റിംഗ് ബൈ അനലൈസിംഗ് ഫോർ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഏരിയാസ് ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ഈച്ച് ആൽഫബറ്റിക് ലെറ്റർ ഓർ ഡിജിറ്റ്. ഇതാണ് OCRൻ്റെ
ഡെഫിനേഷനായിട്ട് വരുന്നത് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ് 11. കമ്പ്യൂട്ടർ മോണിറ്റർ ഒരു ഇൻപുട്ട് ഉപകരണമാണോ ഔട്ട്പുട്ട് ഉപകരണമാണോ? അപ്പോൾ കമ്പ്യൂട്ടർ മോണിറ്റർ ഇപ്പോൾ ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും ഉപകരണമാണ്. കമ്പ്യൂട്ടറിന് പ്രധാനമായും 3 പ്രവർത്തന യൂണിറ്റുകളാണ് ഉള്ളത്. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന യൂണിറ്റാണ് ഇൻപുട്ട് ഡിവൈസസ്. കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കുന്ന യൂണിറ്റ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് ഇൻപുട്ട് ഉപകരണങ്ങൾ. ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണമാണ് മോണിറ്റർ. പ്രാഥമിക ഇൻപുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, കീബോർഡ്. ടച്ച് സ്ക്രീൻ മോണിറ്ററുകൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണമായി കണക്കാക്കുന്നു. ഇൻപുട്ടും ഔട്ട്പുട്ടുമായി ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് മോഡം, നെറ്റ്വർക്ക് കാർഡ്, ടച്ച് സ്ക്രീൻ, ഹെഡ്സെറ്റ്, ഓഡിയോ കാർഡ്. പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. VDU അതായത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിൻ്റർ, പ്ലോട്ടർ, സ്പീക്കർ, ഹെഡ്ഫോൺ, പ്രൊജക്ടർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വാലിഡ് സ്ക്രീൻ റെസൊല്യൂഷൻ? അപ്പോൾ ഇവയെല്ലാം വാലിഡ് സ്ക്രീൻ റെസൊല്യൂഷൻസ് ആണ്. ഒരു സ്ക്രീനിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിലെ നിയന്ത്രിക്കാനാവുന്ന ഏറ്റവും ചെറിയ ഘടകമാണ് പിക്സൽ. നിയന്ത്രിക്കാനാവുന്ന ഏറ്റവും ചെറിയ ഘടകമാണ് പിക്സൽ. പിക്സൽ എന്ന് പറഞ്ഞാൽ പിക്ചർ എലമെൻ്റ് എന്നാണ്. ഒരു സ്ക്രീനിലെ ഏറ്റവും ചെറിയ ഘടകത്തെ തിരിച്ചറിയാനുള്ള സെൻസറിൻ്റെ കഴിവിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിയന്ത്രിക്കാനാവുന്ന ഏറ്റവും ചെറിയ ഘടകം പിക്സലും തിരിച്ചറിയാനുള്ള സെൻസറിൻ്റെ കഴിവിനെ പറയുന്നത് റെസൊല്യൂഷൻ. മോണിറ്ററിലെ റെസൊല്യൂഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത് മോണിറ്ററിലെ പിക്സലുകളുടെ എണ്ണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ പിക്സലുകൾ വികസിപ്പിച്ചെടുത്ത സർവകലാശാല കേംബ്രിഡ്ജ് സർവകലാശാലയാണ്. പ്രധാന സ്ക്രീൻ റെസൊല്യൂഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 640x80, 1400, 1050, 1920, 1080, 800, 600, 1400, 900, 1920, 1200, 960, 720, 1450, 1080, 1920, 1440, 1024, 576, 600, 900, 2048, 15, 36, 1152, 648, 1600, 1200, 2560, 1440, 1280, 800, 1680, 1050, 2560, 1600, 1280, 960, 1886, 1392, 3840, 2160. താഴെ പറയുന്നതിൽ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? ഇപ്പോൾ പ്രിൻ്ററാണ് കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസ്. കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്രിൻ്റർ. പ്രിൻ്ററുകൾ മുൻപ് അറിയപ്പെട്ടിരുന്നത് പഞ്ച് കാർഡ് എന്നായിരുന്നു. പ്രിൻ്റ് ചെയ്യുന്ന പ്രവർത്തന രീതി അനുസരിച്ച് പ്രിൻ്ററുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇമ്പാക്റ്റ് പ്രിൻ്ററും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററും. പ്രധാന ഇമ്പാക്റ്റ് പ്രിൻ്ററുകളാണ് ലൈൻ പ്രിൻ്റർ, ഡ്രം പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ, ക്യാരക്ടർ പ്രിൻ്റർ.
ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, ഡേസി വീൽ പ്രിൻ്റർ. ഇപ്പോൾ കാർബൺ കോപ്പി എടുക്കാൻ ഉപയോഗിക്കുന്ന പ്രിൻ്ററാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. ഒരു ഇമ്പാക്റ്റ് പ്രിൻ്ററാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. പ്രധാന നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളാണ് ലേസർ പ്രിൻ്റർ, ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, തെർമൽ പ്രിൻ്റർ. ഒരു പ്രിൻ്ററിൻ്റെ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ കണക്കാക്കുന്ന യൂണിറ്റാണ് DPI, ഡോട്ട്സ് പെർ ഇഞ്ച്. ഏറ്റവും വേഗത കൂടിയ പ്രിൻ്ററാണ് ലേസർ പ്രിൻ്റർ. ഇപ്പോൾ ലേസർ പ്രിൻ്ററുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പേജ് പ്രിൻ്റർ. വാട്ട് ഈസ് VGA? വീഡിയോ ഗ്രാഫിക്സ് അഡാപ്റ്ററാണ് VGA. ഹൗ മെനി പ്രിൻറ്റിംഗ് പിൻസ് ആർ അവൈലബിൾ ഇൻ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ ഹെഡ്? ഇപ്പോൾ 24 പിന്നാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിൻ്റെ ഹെഡിലുണ്ടാവുക. Fusing is a process used in laser printing. Memory devices. The brain of a computer system is. അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ബ്രെയിൻ എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുക, ഗണിതക്രിയകൾ ചെയ്യുക, വിവരങ്ങൾ ക്രോഡീകരിക്കുക, ക്രമീകരിക്കുക എന്നീ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ബ്രെയിൻ ആൻഡ് നെർവ് സെൻറ്റർ. CPU ഈസ് നോൺ ആസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് CPU ആണ്. കമ്പ്യൂട്ടറിൻ്റെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ കൺട്രോൾ യൂണിറ്റാണ് നെർവ് സെൻറ്റർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് വിളിക്കാവുന്ന ഏത് ഉപകരണത്തിൻ്റെ ധർമ്മം നിറവേറ്റുന്നവയാണ് IC ചിപ്പുകൾ. ഇപ്പോൾ പ്രോസസ്സറാണ്. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് വിളിക്കാവുന്ന ഏത് ഉപകരണത്തിൻ്റെ ധർമ്മം നിറവേറ്റുന്നവയാണ് IC ചിപ്പുകൾ. അപ്പോൾ പ്രോസസ്സറിൻ്റെ ധർമ്മം നിറവേറ്റുന്നവയാണ് IC ചിപ്പുകൾ. കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിപ്പാണ് പ്രോസസ്സർ. ICയുടെ പൂർണ്ണരൂപം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. IC ചിപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകങ്ങളാണ് സിലിക്കണും ജർമേനിയം. അപ്പോൾ സിലിക്കണും ജർമേനിയമാണ് IC ചിപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ജർമേനിയം കൊണ്ടുള്ള IC ചിപ്പ് കണ്ടുപിടിച്ചത് ജാക്കിൽബിയും സിലിക്കൺ കൊണ്ടുള്ള IC ചിപ്പ് കണ്ടുപിടിച്ചത് റോബർട്ട് നോയ്സിയുമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ IC ചിപ്പ് നിർമ്മിക്കുന്ന കമ്പനി ഇൻ്റലാണ്. വ്യാവസായികമായി ലഭ്യമായ ആദ്യത്തെ മൈക്രോ പ്രോസസ്സറാണ് ഇൻ്റൽ 4004. കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഡാറ്റ. ഒരു ഡാറ്റയെ ഉപയോഗപ്രദമായ ഇൻഫോർമേഷനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡാറ്റ പ്രോസസ്സിംഗ്. കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായി കൊടുക്കുന്ന ഡാറ്റ വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഫർമേഷൻ. ഇൻ കമ്പ്യൂട്ടർ ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ. ഇപ്പോൾ ALU ആണ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കമ്പ്യൂട്ടർ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ. അപ്പോൾ ALU തന്നെയാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following statements are true about registers
inside a CPU. അപ്പോൾ ഇതിൽ ആൻസർ ഓൺലി 2 is true. അതായത് രജിസ്റ്റേഴ്സ് ആർ വോളട്ടൈൽ. ഇനി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സീരിയലി ഇന്റർകണക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഹൈ സ്പീഡ് മെമ്മറി സെൽസ് ഇൻസൈഡ് ദ CPU is called രജിസ്റ്റർ. അപ്പോൾ സീരിയലി ഇന്റർകണക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഹൈ സ്പീഡ് മെമ്മറി സെല്ലാണ് രജിസ്റ്റർ. അതായത് CPUവിനകത്തുള്ള ഹൈ സ്പീഡ് മെമ്മറി സെൽസാണ് രജിസ്റ്റർ. The part of CPU which supply operands to ALU. ഇപ്പോൾ ഇത് രജിസ്റ്ററാണ്. The part of CPU which supply operands to ALU രജിസ്റ്ററാണ്. അതുപോലെ the part of CPU which stores result of ALU ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതും രജിസ്റ്ററാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. The component which supplies equate power for motherboard of a computer is SMPS ആണ് മദർ ബോർഡിന് ആവശ്യമായ പവർ നൽകുന്നത്. അതായത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. പ്ലഗ് പോയിന്റിൽ നിന്നുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ട് പവർ ഡയറക്റ്റ് കറണ്ട് പവറിലേക്ക് മാറ്റി CPUവിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതാണ് SMPS, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അപ്പോൾ ആൾട്ടർനേറ്റീവ് കറണ്ടിന് ഡയറക്റ്റ് കറണ്ടാക്കി CPUവിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത് SMPS ആണ്, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് RAM. ഇതൊരു താൽക്കാലിക മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടമാകുന്ന മെമ്മറി, അതിനാണ് വോളട്ടൈൽ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടമാകുന്ന മെമ്മറിയാണ് RAM. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്ന് പറയുന്നത് RAM ആണ്. ROM എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. RAM എന്ന് പറയുന്നത് റീഡ് ആൻഡ് റൈറ്റ് മെമ്മറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് വോളട്ടൈൽ മെമ്മറി. അപ്പോൾ RAM രണ്ട് വിധമുണ്ട്, DRAM-ഉം SRAM. അപ്പോൾ RAM എന്ന് പറയുന്നത് വോളട്ടൈൽ മെമ്മറി ആവുന്നതുകൊണ്ട് ഇത് രണ്ടും വോളട്ടൈൽ മെമ്മറിയാണ്. അഡീഷണൽ കുറച്ച് ഇൻഫർമേഷൻ താഴെ തന്നിട്ടുണ്ട്. RAM is usually associated with DRAM, which is a type of memory module, because data is accessed randomly instead of sequentially like it is on a CD or hard drive. Access times are much faster. അടുത്ത പോയിന്റ്, the SRAM can store data as long as power is applied without the need for periodically rewriting the data into memory. The main applications of SRAM are in areas where only small amounts of memory are needed or where high speed is required. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. വിച്ച് among the following is a volatile memory. ഇപ്പോൾ RAM ഒരു വോളറ്റൈൽ മെമ്മറിയാണ്, നമ്മൾ നേരത്തെ മനസ്സിലാക്കി. This memory stores data as charges on capacitors. With the dynamic RAM, the stored data will gradually disappear because of capacitor discharge. So that it is necessary to periodically refresh the data. അതായത് റീചാർജ് ദ കപ്പാസിറ്റർ. Typically, each memory cell of a DRAM must be refreshed at least every 2 to 10 milliseconds, otherwise its data will be lost. ഇത് കാര്യമായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. RAM എന്ന് പറയുന്നത് വോളട്ടൈൽ മെമ്മറിയാണ്. CD-യിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതികവിദ്യ ലേസർ ടെക്നോളജിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ നോൺ വോളട്ടൈൽ മെമ്മറി. ഇപ്പോൾ ROM എന്ന് പറയുന്നത് സ്ഥിര മെമ്മറിയാണ്, നോൺ വോളട്ടൈലാണ്. SRAM-ഉം DRAM-ഉം വോളട്ടൈലാണ്. ROM is a non-volatile memory because it doesn't lose its data even after computer is
ടേൺഡ് ഓഫ്. അപ്പോൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും ഡാറ്റ ലൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് റോം സ്ഥിരം നോൺ വോളറ്റൈലാണ്. ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ റോം ക്യാൻ ബി ചേഞ്ച്ഡ്. റോമിലെ ഡാറ്റ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. റീഡ് ഓൺലി മെമ്മറിയാണ്, റൈറ്റ് ചെയ്യാൻ കഴിയാത്ത മെമ്മറിയാണ്. DRAM ഈസ് യൂസ്ഡ് ഇൻ മെയിൻ മെമ്മറി വൈൽ SRAM കോമൺലി യൂസ്ഡ് ഇൻ ക്യാച്ച് മെമ്മറി. DRAM മെയിൻ മെമ്മറിയിലും SRAM കോമൺ ആയിട്ട് ക്യാച്ച് മെമ്മറിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ പ്രോഗ്രാം ഇൻ റോം ഈസ് കാൾഡ്. ബൂട്ട് സ്ട്രാപ്പ് ലോഡറാണ്. അപ്പോൾ റോമിലെ പ്രോഗ്രാമിന് പറയുന്ന പേര് ബൂട്ട് സ്ട്രാപ്പ് ലോഡറാണ്. വിവിധ റോമുകൾക്ക് ഉദാഹരണമാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. പ്രോം, EEPROM, EEPROM, ഫ്ലാഷ്, EEPROM. അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂസർ ഫയൽസ് ഇൻ എ കമ്പ്യൂട്ടർ ക്യാൻ ബി പെർമനൻ്റ്ലി സ്റ്റോർഡ് ഇൻ. ഇപ്പോൾ ഹാർഡ് ഡിസ്കിലാണ് പെർമനൻ്റ്ലി നമുക്ക് യൂസർ ഫയൽസൊക്കെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ യൂസർ ഫയൽസ് ഓഫ് എ കമ്പ്യൂട്ടർ ക്യാൻ ബി പെർമനൻ്റ്ലി സ്റ്റോർഡ് ഇൻ ഹാർഡ് ഡിസ്ക്. വളരെയധികം വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണമാണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിനെ വിഭജിച്ചിരിക്കുന്നത് ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ആയിട്ടാണ്. ട്രാക്സും സെക്ടേഴ്സും ആയിട്ടാണ് ഹാർഡ് ഡിസ്കിനെ വിഭജിച്ചിരിക്കുന്നത്. ഹാർഡ് ഡിസ്കിനെ ട്രാക്സും സെക്ടേഴ്സുമായി വിഭജിക്കുന്ന പ്രക്രിയയാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. നിലവിൽ വിപണിയിലുള്ള ഹാർഡ് ഡിസ്കുകളുടെ സംഭരണശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് മെഗാബൈറ്റ് അല്ലെങ്കിൽ ജിഗാബൈറ്റ് അല്ലെങ്കിൽ ടെറാബൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is an optical storage device? ഇപ്പോൾ DVD ആണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടുള്ളത്. ഡിവിഡിൻ്റെ ഫുൾ ഫോമാണ് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്, ഫോർമലി നോൺ ആസ് ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്. ഇപ്പോൾ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ് DVDൻ്റെ ഫുൾ ഫോം. സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് എ കോമൺ DVD. അപ്പോൾ 4.7 GB ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് എ DVD. ദ ബേസിക് യൂണിറ്റ് ഓഫ് മെമ്മറി ഈസ് ബിറ്റാണ്. മെമ്മറിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റാണ്. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ബിറ്റ്. കമ്പ്യൂട്ടറിൻ്റെ ശേഷി സൂചിപ്പിക്കുന്ന അളവാണ് ബിറ്റ്. കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റാണ് ബിറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ്ഡ് ഇൻ ബൈനറി നമ്പർ സിസ്റ്റം. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ബിറ്റുകളാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാസമ്പ്രദായമാണ് ബൈനറി. ബൈനറി സംഖ്യകൾ എന്നറിയപ്പെടുന്നത് 1 0 ഈ 1 0 ബിറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, നിബിൾ ഈസ് 4 ബിറ്റാണ് ആൻസർ. 4 ബിറ്റാണ് ഒരു നിബിൾ എന്ന് പറയുന്നത്. അതായത് ഹാഫ് ബൈറ്റ് എന്നറിയപ്പെടുന്നത് നിബിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 KB memory means 1024 bytes ആണ്. 1024 bytes ആണ് 1 kilobytes. ഇനി മെമ്മറി യൂണിറ്റുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിബിൾ, 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ്, 1024 ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിലോബൈറ്റ്, 1024 കിലോബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെഗാബൈറ്റ്, 1024 മെഗാബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജിഗാബൈറ്റ്, 1024 ജിഗാബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെറാബൈറ്റ്, 1024 ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെറ്റാബൈറ്റ്, 1024 പെറ്റാബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാബൈറ്റ്, 1024 എക്സാബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റാബൈറ്റ്, 1024 സെറ്റാബൈറ്റ് എന്ന് പറഞ്ഞാൽ
ഒരു യോട്ടാബൈറ്റ്. 1024 യോട്ടാബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോണ്ടോബൈറ്റ്. 1024 ബ്രോണ്ടോബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജിയോ ബൈറ്റ്. ജിഗാബൈറ്റ് ഈസ് ഈക്വൽ ടു, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജിഗാബൈറ്റ് എന്ന് പറയുന്നത് 1024 മെഗാബൈറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, the speed of a computer can be expressed in terms of hertz because, അപ്പോൾ ആൻസർ ഇതാണ്. ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ സപ്ലൈഡ് ക്ലോക്ക് പൾസ് ടു മൈക്രോ പ്രോസസ്സർ. അപ്പോൾ സപ്ലൈഡ് ക്ലോക്ക് പൾസിൻ്റെ ഫ്രീക്വൻസിയാണ് കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് ഹെഡ്സിലാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം ഇത് കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഓഫ് ദ സപ്ലൈഡ് ക്ലോക്ക് പൾസ് ആണ് കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ്. അപ്പോൾ ഇത് ഹെഡ്സിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അടുത്ത ഇവിടെ ഒരു പോയിൻ്റാണ് തന്നിട്ടുള്ളത്. Two important factors that determine the speed of a computer are the amount of data that CPU can process in a given period of time and CPU's clock speed. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് ഘടകങ്ങളാണ് എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് CPU can process and the CPU's clock speed. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.